ഗൈസ്, ഇപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ് ഗൈസ്. അത് മടിക്കേരിയിൽ. അതിൽ തന്നെ എൻ്റെ ബസ് മിസ്സായി ഗൈസ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എനിക്ക് ബസ് കിട്ടി ഗൈസ്. അങ്ങനെ ബസ് പോയത് എൻ്റെ കോളേജിലേക്കായിരുന്നു ഗൈസ്. ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഇത് കോളേജിലെ ബസ്സാണെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അല്ല, ആ ബസ്സിൽ മൊത്തം ആ കോളേജിലെ കുട്ടികളായിരുന്നു. അവിടെ ഒരു സ്റ്റോപ്പ് കൊടുത്തതാ. അത് കഴിഞ്ഞിട്ട് പോയോണ്ടിരിക്കുക ഗൈസ്. അങ്ങനെ ഞാൻ സിദ്ധാരം എത്തി ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മടിക്കേരി പോകണം, ഞാൻ എന്താ സിദ്ധാരം വന്നെന്ന്. ഒറ്റയ്ക്ക് പോകാൻ മടി ആയതുകൊണ്ട് ചേച്ചിനെ കൂട്ടാൻ വന്നതാണ് ഗൈസ്. ആ ഓട്ടോക്ക് പൈസയും കൊടുത്തിട്ട് വരുന്നതാണ് ചേച്ചി. വരുന്ന ചേച്ചിയാണെങ്കിൽ എന്നെക്കാളും വില മടിച്ചാണ്. 9 മണിക്ക് വരാൻ പറഞ്ഞിട്ട് വരുന്ന 10 മണിക്ക്. 1 മണിക്കൂർ ഞാൻ ആ വെയിലത്ത് ഇതിനും വേണ്ടി കാത്തു നിന്ന്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുന്നതാണ് ചേച്ചിൻ്റെ പോളിസി. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മടിക്കേരിക്കുള്ള ബസ്സൊന്നും നമ്മളതിൽ കയറും. ബസ്സിലത്തേക്ക് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി ഗൈസ്. നിങ്ങളെ റോക്കറ്റ് പോയത് കാണുന്നുണ്ടോ? മടിക്കേരി എത്താൻ നമുക്ക് കിട്ടുന്നൊരു മലയാണ് ഗൈസ്, പേരൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ മടിക്കേരി എത്തി. ഇത് മടിക്കേരിയിൽ പോയ ബസ് സ്റ്റാൻഡായിരുന്നു ഗൈസ്. ഇപ്പൊ മാറ്റി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മടിക്കേരിയിലാക്കേണ്ട റെക്കോർഡിംഗ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ ഓൺ ദ വേ ടു സുണ്ടിക്കുപ്പ. പക്ഷെ നമുക്കറിയില്ലായിരുന്നു നമ്മൾ പോകേണ്ടത് മാതാരത്തേക്കാണ്. പിന്നെ കണ്ടക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ മാതാരത്തേക്ക് ടിക്കറ്റ് എടുത്തു. ഇതാ ബസ്സിന് സീറ്റ് കിട്ടിയാൽ മാത്രം ഓർമ്മ ചേച്ചി. ഫൈനലി നമ്മൾ മാതാവരെ എത്തി ഗൈസ്. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് നമ്മളെ കൂട്ടിന് ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്തും ഗൈസ് വീട്ടിലേക്ക്. ഞങ്ങൾ വീടെത്തി, ജ്യൂസൊക്കെ കുടിച്ചു, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ മ്യൂസീഷ്യൻ അഭിജിത്ത്. ഇവരുടെ വീട് കർഗന്തൂരാണ്. അങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ പാങ്ങിൽ കഴിഞ്ഞു. നമുക്ക് വേണ്ടി ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഇതാണ് അഭിജിത്തിന്റെ വീട്. അപ്പോഴത്തേക്ക് 3:30 മണിയായി. അങ്ങനെ ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് വന്നു ഗൈസ്.